ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങളിലേക്കും സംശയ ദൂരീകരണത്തിലേക്കും നമുക്ക് പോകാം. അതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. 25 സെന്റ് സ്ഥലം വാങ്ങി വീട് പണിതു. അതിനുശേഷം തൊഴിൽപരമായി കുഴപ്പമില്ല, എന്നാലും യാതൊരു സേവിങ്സും ഇല്ല. ഇപ്പോൾ മകളുടെ വിവാഹം ഒരു വിധത്തിൽ നടക്കുന്നുമില്ല. ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. വീടിൻ്റെ ദോഷമുണ്ടോ എന്ന് നോക്കാനാണ് അപ്പോൾ തോന്നിയത്. അതിനാലാണ് ഈ കത്തെഴുതുന്നത്. ദേവാമൃതം പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, വളരെ സന്തോഷം. ഈ വീടിൻ്റെ പ്ലാനും മകളുടെ ജാതകവും ഇതോടൊപ്പം അയക്കുന്നു. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോർണറുകളൊന്നും മിസ്സിങ് ആവാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഇവരുടെ തെക്ക് കിഴക്ക് ഭാഗം ഇവർക്ക് മിസ്സിങ് കോർണറായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഇത് വിവാഹത്തിൻ്റെ പോർഷനാണ്. വിവാഹത്തിൻ്റെ പോർഷൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം വിവാഹം ഡിലേ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ നമുക്ക് എത്ര ആലോചിച്ചാലും ചിലപ്പോൾ നമുക്ക് സൂട്ടാവുന്ന ഒരു ആലോചന വരണമെന്നില്ല. അതിൽ ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ചിലപ്പം ഒരു പയ്യനെ കിട്ടാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പം ഇവർ ഈ തെക്ക് കിഴക്ക് ഭാഗം ഇവർ ഭൂമിക്കടി കൂടി ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ എപ്പോഴും ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് സ്ഥാനത്തായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ സ്ഥാനത്തല്ലാത്ത വീടൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയാണ് അതിന് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള മിറ്റമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഇതൊരു സ്ഥാനത്താണ് ഒരു വീടെന്ന് നമുക്കൊരിക്കലും പറയാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒന്നും സ്പേസ് വളരെ കുറവുമാണ്. അപ്പം വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് ഇതിൻ്റെ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും കൃത്യമായിട്ടുള്ള അളവിൽ മതിൽ കിട്ടി ഇതിന് വാസ്തുമണ്ഡലം തിരിക്കണം. അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ കാണുന്നുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വൈറസ് സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ താമസിച്ച് നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാം, പലപ്പോഴും ഡൈവോഴ്സ് വിഷയങ്ങളൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർ ഈ പറഞ്ഞ പോലെ ഇതിനെ സ്ഥാനത്താക്കുന്ന സമയത്ത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിനെ ഒരു മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പഴയ വെച്ചാരാധനയുള്ള ഭൂമിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഈ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്തും ഈ വസ്തുവിൻ്റെ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്തും ഈ വസ്തു ഒരുപാട് ആൾക്കാർ കൈമാറി വന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും കണ്ണായിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലമായിരിക്കാം. അപ്പം കുറച്ചുകൂടെ നല്ല ഡിമാൻഡുള്ള ഭൂമിയായിരിക്കാം. അപ്പം നല്ല വിലയ്ക്ക് വിറ്റായിരിക്കാം. ഒരുപാട് ആൾക്കാർ കൈമാറിയ ഭൂമിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട്, സ്ഥലത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ നാളൊന്നും നമുക്ക് കൈവെക്കാൻ പറ്റില്ല. ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ടൈറ്റുകളോ അല്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നിട്ട് ഇത് വിൽക്കേണ്ട അവസ്ഥകൾ വരാം. അത് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയമാണ്. അതിന് വേണ്ടുന്ന പ്രതിവിധി ഒരു കർമ്മിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കുക. അതുപോലെ ചുറ്റളവ് കൃത്യമാക്കി എടുക്കുക. അതുപോലെ ഇതിൻ്റെ ഡോറ് ഈസ്റ്റിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. മറ്റ് ദോഷങ്ങളൊന്നും ഈ ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നില്ല. ഈ ഒരു പ്ലാനിൽ ഈ ഒരു കറക്ഷൻ ചെയ്യുക. അതുപോലെ ഈ കുട്ടികളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഓൾറെഡി വീടിനുണ്ട്. അതിൻ്റെ ഈ കുട്ടികളുടെ വിവാഹത്തിൻ്റെ ഭാഗം ഡിലേ ആയിട്ടുണ്ട്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണർ വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് കല്യാണത്തിന് ഡിലേ ആവുന്നതിൻ്റെ മെയിൻ വിഷയം. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് കല്യാണം ആലോചിക്കുക. ജാതകവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും കല്യാണത്തിന് വലിയ തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. അതുപോലെ വീടിൻ്റെ ഈ ഒരു കറക്ഷൻ ചെയ്ത ശേഷം ഇവർ മക്കൾക്ക് വേണ്ടി കല്യാണാലോചന നടത്തുക. ഇവിടെ കല്യാണം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. വീടിൻ്റെ ചുറ്റളവ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഗ്രഹനാഥയുടെ ജാതകമായിട്ട് സൂട്ടാവുന്ന ചുറ്റളവാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ മുറികളും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ചുറ്റളവിലായിരിക്കാം നമ്മൾ ചെയ്യുക. അതുപോലെ നമ്മൾ പ്ലോട്ട് തിരിക്കുമ്പോഴും നമ്മളത് കൃത്യമായിട്ടുള്ള കണക്കിലാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം ചില പ്ലാനൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ചിലപ്പോൾ വാർദ്ധക്യ ചുറ്റിലും മരണച്ചുറ്റിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ വീട് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വാർദ്ധക്യ ചുറ്റിലോ മരണച്ചുറ്റിലോ ഒരു ചുറ്റളവ് നമ്മൾ എടുക്കാറില്ല. ഒന്നുകിൽ ബാല്യം, അല്ലെ യൗവനം, അല്ലെ കൗമാരം, ഈ 3 ചുറ്റിലായിരിക്കും നമ്മൾ എടുക്കുക. പലപ്പോഴും ചില വീടുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബെഡ്റൂമിൻ്റെ അളവുകളൊക്കെ തെറ്റായിരിക്കാം. കാരണം ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ വീട് പണിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് അളവ് മാറ്റാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇപ്പോൾ ചുറ്റളവ് തെറ്റായിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഇപ്പം രണ്ടാമത് കറക്ഷന് പോകുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെങ്ഷുയുടെ എലമെൻറ്റുകൾ വെച്ചിട്ട് അതിൻ്റെ ദോഷ പരിഹാര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പം അതിന് ഏതൊക്കെ ഭാഗത്താണോ ദോഷമായിട്ടുള്ളത്, അല്ല ഏത് ഭാഗമാണ് നമുക്ക് ദോഷമായിട്ടുള്ള ആ ഭാഗത്തെ പഞ്ചഭൂതങ്ങളെ
നമുക്ക് എനർജൈസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം അതുവഴി കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും. പക്ഷേ നമ്മളൊരു പുതിയ വീടെടുക്കുമ്പോൾ അതിൻ്റെ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും ഹാളാണെന്നുണ്ടെങ്കിലും കിച്ചൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കാർ പോർച്ച് ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ നമ്മളൊരു കട്ടിലെടുത്താലും നമ്മളൊരു കസേര എടുത്താലും ഓരോന്നിനും ഓരോ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അളവിൽ പഠിച്ച സാധനം പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പം ഒരു ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയോ ചുറ്റളവ് തെറ്റായിട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ദോഷഫലങ്ങൾ അതിനകത്ത് താമസിക്കുന്നവർക്ക് തീർച്ചയായും ഉണ്ടാകും. ഈ അറിവോടുകൂടി വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിറക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.